എൻ്റെ പേര് ഷൈനി ജോയ്. ഞാൻ കിടങ്ങൂർ ഇൻഫൻറ്റ് ജീസസ് ഇടവക അംഗമാണ്. എനിക്ക് 2 ആൺമക്കൾ. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായി. ഭർത്താവിന് ക്യാൻസർ ആയിരുന്നു. 4th സ്റ്റേജ് ആയപ്പോഴാണ് അറിഞ്ഞത്. രോഗമറിഞ്ഞ് 2 മാസമായപ്പോഴേക്കും ചേട്ടൻ മരിച്ചു. ചേട്ടൻ മരിക്കുമ്പോൾ മൂത്ത മകൻ ബിടെക് 2ാം വർഷവും ഇളയ മകൻ +1ലും ആയിരുന്നു. ഞങ്ങൾക്കൊരു പലചരക്ക് കടയായിരുന്നു. പഠനത്തിനുള്ളിൽ കട മക്കൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. കടയിൽ സഹായിക്കാൻ എൻ്റെ അമ്മച്ചിയും ചേട്ടൻ്റെ അനുജനും ഉണ്ടായിരുന്നു. ഒരു കുറവുമില്ലാതെ എൻ്റെ മക്കൾ എന്നെ നോക്കി. എൻ്റെ ദുഃഖങ്ങളുള്ളിൽ ഒരുക്കി ഞാൻ ജീവിച്ചു. അങ്ങനെ ഇരിക്കെ ചേട്ടൻ മരിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ വിദേശ പഠനത്തിനായി ഇളയ മകൻ ആദ്യം പോയി. പിന്നാലെ 2 വർഷം കഴിഞ്ഞപ്പോൾ മൂത്ത മകനും പോയി. ഞാൻ ഒറ്റയ്ക്കായി. എൻ്റെ മക്കൾ എനിക്ക് 2 ചിറകുകളായിരുന്നു. എൻ്റെ ദുഃഖം ഇരട്ടിച്ചു. ഉറക്കമില്ലാതായി, ഭക്ഷണം കഴിക്കാതായി. അങ്ങനെ ഞാൻ ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടു. എനിക്ക് ആശ്വാസം കിട്ടിയില്ല. ഞാൻ വിഷാദ രോഗത്തിലേക്ക് മാറുകയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഇടവകയിലെ മേരിക്കുട്ടി ചേച്ചി വഴിയാണ് ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്രത്തിൽ വിധവകൾക്കായുള്ള ധ്യാനത്തിന് പങ്കെടുത്തത്. അങ്ങനെ ഞാൻ ധ്യാനത്തിൽ എന്നെപ്പോലുള്ള ഒത്തിരി വിധവകളെ കാണുവാൻ സാധിച്ചു. ഈ ധ്യാനത്തിൽ പങ്കെടുത്ത ശേഷം എന്നിലുള്ള മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവിടെ എനിക്കും പ്രവർത്തിക്കണമെന്ന് തോന്നി. പിന്നീടുള്ള ധ്യാനത്തിൽ ഞാൻ സഹായിക്കാൻ പോയി. പിന്നെ വെള്ളിയാഴ്ചയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലും പോയി. ദിവസവും 2 മണി മുതൽ 3 മണി വരെയുള്ള വിധവകൾക്കായുള്ള ഓൺലൈൻ പ്രാർത്ഥനയിലും പങ്കെടുത്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 60-ാം അധ്യായം 1-ാം വാക്യം, ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേലുണ്ട്. ഇതാണ് ഓരോ വിധവയ്ക്കും ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. പ്രകാശിത വൈദികം പ്രശോഭിത സമൂഹത്തിന് സമർപ്പിത വിധവയായി ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകാൻ ആഗ്രഹിക്കുന്നു.